നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ അവരിങ്ങനെ കാണാം. ഒരു കുരുടനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു, അവനെ തൊടുവാൻ അപേക്ഷിച്ചു. പക്ഷെ യേശു ചെയ്തത് അതിലും അപ്പുറമാണ്. അവർ അപേക്ഷിച്ചത് തൊടാനാണ്, പക്ഷെ യേശു ചെയ്തത് കാണുക. 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, യേശു അവന്റെ കയ്യിൽ പിടിച്ചു എന്നുള്ളതാണ്. യേശു അവനോട് സംസാരിച്ചു. വീണ്ടും യേശു അവന്റെ മേൽ കൈവച്ചു. പിന്നെ യേശു അവന്റെ കണ്ണിൽ കൈവച്ചു. യേശു അവനെ സൗഖ്യമായി. ഒരു കാര്യമാണ്, ഒറ്റ പ്രാവശ്യമാണ് അപേക്ഷിച്ചത്, തൊടാൻ. പക്ഷെ യേശു ചെയ്തത് കാണുക. പിടിച്ചു, അവന്റെ മേൽ കൈവച്ചു, അവന്റെ കണ്ണിൽ കൈവച്ചു, അവനെ സൗഖ്യമായി, അവനോട് സംസാരിച്ചു. കണ്ടോ, ചോദിച്ചതിലും അധികം യേശു പ്രവർത്തിച്ചു. അതെ, നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്, ഏത് പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, എന്തുമായിക്കൊള്ളട്ടെ, അവിടെ യേശു നിങ്ങൾ നനയ്ക്കുന്നതിലും നിങ്ങൾ ചിന്തിക്കുന്നതിന് അത്ഭുതകരമായി, അതിശയകരമായി കർത്താവ് പ്രവർത്തിക്കും. അവർ ചോദിച്ചതിനപ്പുറമായി, അവർ അപേക്ഷിച്ചതിനപ്പുറമായിട്ടാണ് യേശു കർത്താവ് അവിടെ പ്രവർത്തിച്ചത്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഏത് വിഷയത്തിലാണോ കടന്നു പോകുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നതിലും നിങ്ങൾ ചോദിക്കുന്നതിലും അപ്പുറമായിട്ട്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായിട്ട് യേശു നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ അവന്റെ മുമ്പിൽ പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അവൻ നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിക്കും. God bless you. Amen.